ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പനീർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഹെൽത്തി പനീർ മസാല. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ ഓയിലോ അതുപോലെ ബട്ടറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓയിലും ബട്ടർ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിന് ടേസ്റ്റിന് യാതൊരു കുറവില്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സെയിം പനീർ മസാലയുടെ ടേസ്റ്റ് തന്നെയാണ്. വളരെ ഹെൽത്തിയുമാണ്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തി പനീർ മസാല ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഓയിൽ ഫ്രീ പനീർ മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ 200 ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്കിതാ ഇവിടെ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ കടലമാവിനെതാ ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇതിനെ വല്ലാണ്ട് അധികം നേരിട്ടിട്ടൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പൊടി ഒന്ന് ചൂടായിട്ട് അതിൽ നിന്നൊരു ഫ്ലേവർ വരുന്ന, അതായത് കടലമാവിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് വരുന്ന വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീറില്ലേ, അതിനെ ഇതിലേക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഞാൻ ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഈ പനീറിനെ പതുക്കെയാണ് നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇത് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പനീറിനെ ഇപ്പോൾ ലൈറ്റായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അധികം നേരിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല, അങ്ങനെ ആകുമ്പോൾ നമ്മൾ പനീർ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ 2 ചെറിയ പട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വളരെ ചെറിയ കഷ്ണമാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫ്, അതും ഇട്ട് കൊടുത്തു. ഇനി 2 ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്ക. അടുത്തതായിട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക്. ഇനി ഇതിനെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഞാനിവിടെ കുറച്ച് കായത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു പിഞ്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ മുളകും അതുപോലെ ജീരകം, പട്ട, ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത കായത്തിൻ്റെ പൊടി എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒരു 2 സവാളേനെ അരിഞ്ഞിട്ടുണ്ട്. ഇത് വല്ലാണ്ട് ചെറുതായിട്ടൊന്നല്ല കേട്ടോ അരിഞ്ഞിരിക്കുന്നത്, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞിട്ടിരിക്കുന്നത്. കാരണം നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കണം.
വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്ക് ഇതിനൊന്ന് പ്യൂരിയാക്കി എടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ സവോളേനെ നന്നായിട്ട് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ എന്താ ഇതിലേക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേഗം വാടി വരാനായിട്ട്. ഇതൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് ഇതിനായിട്ട് വാട്ടാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് എല്ലാം നന്നായിട്ട് വളഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇവിടെ ഒരു തക്കാളീനെ മിക്സിയിലിട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളിയും കൂടി നന്നായിട്ട് ഈ തക്കാളിയുടെ ഈ പ്യൂരി നമ്മൾ ഒഴിച്ചു കൊടുത്തതും കൂടി നന്നായിട്ട് വാടി വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോണ വരെ. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ അവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോണ വരെ. ഇപ്പോൾ മല്ലിയുടെ ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഗരം മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ജീരകം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമല്ല കേട്ടോ, ജസ്റ്റ് ചൂടായ വെള്ളം. ഇനി നമുക്ക് ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാനൊന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് തള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കടലമാവില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് കൂടി ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഗ്രേവിയുടെ തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ലൂസായിട്ട് വേണമെങ്കിൽ വേണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതാ നേരത്തെ ഇവിടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പനീറില്ലേ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിനെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു നുള്ള് ഫെനുഗ്രീക്കിൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പനീർ സബ്സി ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു തന്നിരുന്നല്ലോ, അതേ സെയിം സാധനം തന്നെ. ഇനി ഞാൻ ഇതിനൊരു സർവിങ് ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഓയിൽ ഫ്രീ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ഹെൽത്തി ഡിഷുമായിട്ട് കാണാം.